ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണെന്നും താരിഫ് തർക്കത്തിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പിരിമുറുക്കം തുടരുമ്പോഴും ഇന്ത്യയുമായി പൂർണ്ണവും വ്യക്തവുമായ സംഭാഷണത്തിൽ യുഎസ് ഏർപ്പെടുന്നുണ്ടെന്നും യുഎസ് സ്റ്റേറ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവിച്ചു. എന്നാൽ ഈ പ്രസ്താവനയിൽ എത്രമാത്രം സത്യമുണ്ടെന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ വരുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ ഇന്ത്യ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്തിറങ്ങുമ്പോഴാണ് യുഎസിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നത്. ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ചേർന്ന് യുഎസിന് പണി കൊടുക്കുമെന്ന ഭയം കൊണ്ടാണെന്നും ചിലർ വ്യക്തമാക്കുന്നുണ്ട്. യുഎസ് വ്യാപാര നടപടികൾക്കെതിരെ തിരിച്ചടി സംഘടിപ്പിക്കുന്നതിൽ ചൈനയും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും നേതൃത്വം വഹിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യയുമായുള്ള സംഭാഷണം തുടരുമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയുന്നത് വ്യാപാര അസന്തുലിതാവസ്ഥയെക്കുറിച്ചും റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ചുമുള്ള ആശങ്കകളെക്കുറിച്ച് പ്രസിഡന്റ് വളരെ വ്യക്തമായിരുന്നു എന്നതാണ്. അതിൽ അദ്ദേഹം നേരിട്ട് നടപടിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണ്. അവരുമായി ഞങ്ങൾ പൂർണ്ണവും വ്യക്തവുമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. അത് തുടരും എന്ന് ഒരു പത്രസമ്മേളനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് മറുപടി പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിനെക്കുറിച്ചും ന്യൂഡൽഹി ചൈനയുമായി കൂടുതൽ അടുക്കുന്നതിനെക്കുറിച്ചും വാഷിംഗ്ടണിൽ ആശങ്കകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നേരിട്ടുള്ള ഇടപെടലിലൂടെ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം മിസ്റ്റർ പിഗോട്ട് ഊന്നിപ്പറയുകയും ചെയ്തു. ഈ ഭരണകൂടത്തിനുള്ള യഥാർത്ഥ ആശങ്കകളെക്കുറിച്ചുള്ള സത്യസന്ധവും പൂർണ്ണവും വ്യക്തവുമായ ഒരു സംഭാഷണമാണിത്. പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തന്റെ പ്രവർത്തനങ്ങളിലൂടെ ആ ആശങ്കകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ കുറിച്ചായാലും വ്യാപാര അസന്തുലിതാവസ്ഥയെക്കുറിച്ചായാലും ആ ആശങ്കകൾ പരിഹരിക്കേണ്ടത് പ്രധാനമാണ്. പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആത്യന്തികമായി ഇതൊരു തുറന്നതും പൂർണ്ണവുമായ സംഭാഷണത്തെക്കുറിച്ചാണ്. അമേരിക്കൻ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിന്റെ അർത്ഥം അതാണ്. നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ആശങ്കകൾ പരിഹരിക്കുന്നതിന് പങ്കാളികളുമായി പൂർണ്ണ നയതന്ത്ര സംഭാഷണം നടത്തുക എന്നതിന്റെ അർത്ഥം അതാണ്. അതേസമയം ഇന്ത്യൻ കയറ്റുമതിയിൽ യുഎസ് അടുത്തിടെ ഏർപ്പെടുത്തിയ കുത്തനെയുള്ള താരിഫ് വർധനവിന്റെ ആഘാതം വിലയിരുത്തുന്നതിനായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായകമായ ഉന്നതതല മന്ത്രിസഭാ യോഗം ചേരും. റഷ്യയുമായുള്ള വ്യാപാരത്തിന് ഇന്ത്യൻ ഇറക്കുമതിക്ക് 50% പിഴ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇത് ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന് വിരാമമിട്ടു. നിലവിലെ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര ചർച്ചകൾ യുഎസ് നേതാവ് തള്ളിക്കളഞ്ഞു. ഇല്ല, അത് പരിഹരിക്കുന്നതുവരെ വേണ്ട. ഉയർന്ന താരിഫുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം കൂടുതൽ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞതാണ്. ബുധനാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ച 25% അധിക ശിക്ഷാ താരിഫ് അതുമായി ബന്ധപ്പെട്ടതാണോ അതോ നേരത്തെ അദ്ദേഹം ചുമത്തിയ 25% തീരുവകൾക്ക് അടിസ്ഥാനമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണോ എന്നതിനാൽ ഉക്രൈൻ യുദ്ധത്തിന്റെ പരിഹാരവും റഷ്യൻ എണ്ണ വാങ്ങലുമാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ചുരുക്കിയ മറുപടിയിൽ നിന്ന് വ്യക്തമല്ല. മോസ്കോയുടെ എണ്ണയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവ് ഇന്ത്യയാണെന്നതിനാൽ ഇന്ത്യക്ക് മുന്നിലുള്ള ശിക്ഷാ തീരുവ ചുമത്തുന്നത് മോസ്കോയിൽ ഒരു വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് തോന്നുന്നു. മോസ്കോയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് പുതിയ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് യുഎസ് നേതാവിന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.